മഴയും ശക്തമാകുമ്പോൾ പ്ലാസ്റ്റിക് ഷെഡിൽ ഭീതിയോടെ കഴിയുന്ന ഒരു കുടുംബമുണ്ട് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ. മൈലപ്പുഴയിലാണ് 87 വയസ്സുള്ള വയോധികയും രോഗിയായ മകനും ഉൾപ്പെടെയുള്ള കുടുംബം പ്ലാസ്റ്റിക് ഷെഡിൽ അന്തിയുറങ്ങുന്നത്. സുരക്ഷിതമായ ഒരു വീടിനായി വില്ലേജിലും പഞ്ചായത്തിലും കയറി ഇറങ്ങിയെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ചെറിയൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പോലും ലക്ഷങ്ങൾ മുടക്കുന്ന കാലത്താണ് തലചായ്ക്കാൻ ഒരു വീടിനായി പല കുടുംബങ്ങളും സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 15-ാം വാർഡ് ഉൾപ്പെടുന്ന മൈലാപ്പുഴയിലും അത്തരമൊരു കുടുംബമുണ്ട്. മൈലാപ്പുഴ തറപ്പൽ ബ്രിജിത എന്ന 87 വയസ്സുള്ള വയോധികയും രോഗിയായ മകനും ഉൾപ്പെടുന്ന കുടുംബം അന്തിയുറങ്ങാൻ ഒരു വീടില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. ഞാൻ ഒരുപാട് അപേക്ഷകൾ വെച്ചു. പഞ്ചായത്തിലും പല സ്ഥലത്തുമായിട്ട് പലവരോടും പറഞ്ഞു, മെമ്പറോട് രായും പവലും പറഞ്ഞു, തരാന്ന് പറയുമല്ലാതെ ഇതുവരെയും കിട്ടിയില്ല. എൻ്റെ ഭർത്താവ് തീരെ സുഖമില്ലാത്ത അറ്റാക്ക് 3 വട്ടം വന്നു, സ്ട്രോക്ക് വന്നു, അൾസർ പൊട്ടി, ഓപ്പറേഷൻ അതെല്ലാം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് കഞ്ഞിക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, തൊഴിലുറപ്പുണ്ട്, റേഷനരി ഫ്രീ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലും കഞ്ഞിക്കുഴി വില്ലേജിലും ജില്ലാ കളക്ടർക്കുമെല്ലാം നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും വീട് ലഭിച്ചില്ലെന്ന് ഇവർ പറയുന്നു. ഹൃദ്രോഗിയായ മകനും ഭാര്യയും ബ്രിജിത്തയുമാണ് ഈ പ്ലാസ്റ്റിക് കുടിലിൽ താമസിക്കുന്നത്. രോഗിയായ മകന് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് പോയി ലഭിക്കുന്ന പണം മാത്രമാണ് ഇവരുടെ ഏക വരുമാനം. കാറ്റും മഴയും ശക്തമാവുന്നതോടെ കടുത്ത ആശങ്കയോടെയാണ് ഈ കുടുംബം പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്നത്. അധികൃതർ ഇടപെട്ട് സുരക്ഷിതമായ ഒരു വീട് അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.